എങ്ങനെയാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫ്രീ രജിസ്ട്രേഷനാണ്. ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ പ്ലാറ്റ്ഫോം മുഴുവനും കണ്ടു നോക്കാം. അതിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന സമയത്ത് ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു സ്പോൺസർ ഉണ്ടാകും. ആ ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ഒരു ഇൻവൈറ്റ് ലിങ്ക് തരുന്നത്. ആരുടെ ലിങ്ക് വെച്ചിട്ടാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്പോൺസർ. ഇതൊരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പോൺസർ ഉള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇൻട്രഡ്യൂസർ ID ആൻഡ് ഇൻട്രഡ്യൂസർ യൂസർ നെയിം ഓൾറെഡി അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ആരാണോ തന്നിരിക്കുന്നത് അവരോട് ചോദിച്ചിട്ട് അവിടെ അടിച്ചു കൊടുക്കാം. നോർമലി അതവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി കൊടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് നെയിം എന്നുള്ളത് നിങ്ങളുടെ കറക്റ്റായ പേര് കൊടുക്കുക. എന്താണോ നമ്മുടെ ID പ്രൂഫിലുള്ള നെയിം അത് തെറ്റാത്ത രീതിയിൽ കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്നുള്ളവിടെ നിങ്ങളുടെ ഇനീഷ്യൽ കൊടുക്കുക. ഇനി ഇനീഷ്യൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ മാത്രം നിങ്ങളുടെ വീട്ടുപേര് കൊടുക്കുക. നമ്മുടെ ID പ്രൂഫിലുള്ള അതേപോലെ കൊടുക്കുക കേട്ടോ. പിന്നെ ജെൻഡർ എന്നുള്ളവിടെ ഫീമെയിൽ, അത് ഓൾറെഡി അവിടെ ഉണ്ട്. നിലവിൽ 18 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീയുടെ പേരിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജെൻസിന് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ വീട്ടിലെ അമ്മയുടെയോ ഭാര്യയുടെയോ പെങ്ങളുടെയോ ഒക്കെ പേരിൽ 18 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പുരുഷന്മാർക്കും ഇവിടെ വർക്ക് ചെയ്യാം. പക്ഷേ നിലവിൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീയുടെ പേരിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 18 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ID പ്രൂഫിലുള്ളതുപോലെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. മൊബൈൽ നമ്പർ, നമുക്ക് നിലവിൽ OTP വരുന്ന ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. പല ആളുകളും പറയാറുണ്ട് നമുക്ക് മൊബൈൽ നമ്പറിൽ OTP വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് OTP കിട്ടുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് സെൻഡ് OTP എന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ OTP വരും. അപ്പോൾ ആ യെല്ലോ കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് റെഡ് കളറാക്കി മാറ്റിയിട്ട് വെരിഫൈഡ് എന്നാക്കാം. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കാം. പല ആളുകളും പറയാറുണ്ട് ഇമെയിൽ IDയിൽ OTP വരുന്നില്ല എന്നുള്ളത്. ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കൊടുത്ത ഇമെയിൽ ID കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ മെയിലിൽ പോയിട്ട് ടാസ്ക് മന്ത്ര എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ OTP വന്ന് കിടക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഓൾ ഇൻബോക്സ് അതിൽ സ്പാമിലാണെങ്കിലും ഉണ്ടാകും കേട്ടോ. പിന്നെ ആ ഒരു ഇമെയിൽ ID അവിടെ അടിച്ചു കൊടുക്കാം. അതിൻ്റെ OTP അടിച്ചു കൊടുക്കാം. അവിടെയും ആ യെല്ലോ കളർ ബട്ടൺ അത് പ്രസ് ചെയ്തിട്ട് റെഡ് കളറാക്കി മാറ്റാം. വെരിഫൈഡ് എന്നാകും. പിന്നെ കൺട്രി കൊടുക്കാം. നമുക്ക് നിലവിൽ ഒരു ഇന്ത്യൻ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ നമ്പറിലായിരിക്കണം. ഇനി നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കാം. പിന്നെയാണ് യൂസർ നെയിമും പാസ്വേഡും. ഇതിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിലവിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ്. എപ്പോഴും നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. പരമാവധി നമ്മുടെ പേര് തന്നെ കൊടുക്കാം. പിന്നെ ഓൾറെഡി ആ ഒരു പേരിൽ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കവിടെ യൂസർ നെയിം എക്സിസ്റ്റ് എന്ന് കാണിക്കും. നമുക്ക് കോമൺ ആയ ചില പേരുകളുണ്ടല്ലോ, അത് കൊടുക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. ആ ഒരു സമയത്ത് അതൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ മിനിമം 5 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതും ഒന്ന് ശ്രദ്ധിക്കാം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നമ്പേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുക. അതേ സെയിം പാസ്വേഡ് തന്നെ താഴെ കൊടുത്തിട്ട് അതൊന്ന് കൺഫേം ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണിച്ചു തരും. പരമാവധി അവിടെ വെച്ചിട്ട് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ ക്രിയേറ്റ് ഓർ ക്യാൻസൽ എന്ന് ചോദിക്കും. നെക്സ്റ്റ് പേജിൽ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൺഫേം ചെയ്യാനുള്ളൊരു ബട്ടൺ വരും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ ടാസ്ക് മന്ത്രിയുടെ വെൽക്കം മെസ്സേജ് കിട്ടും. നിങ്ങളിവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തു.
ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി ജെന്യുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രം ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ. ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ ഈ ഒരു സാമ്പിൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ലൈഫ് ടൈം മുഴുവനും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് സ്പെല്ലിംഗ് അടിക്കുന്ന വർക്കുകൾ, ലേൺ ആൻഡ് ഏൺ ടാസ്കുകൾ, ഷെയർ ആൻഡ് ഏൺ, ഡൈനാമിക് ടാസ്ക്, അങ്ങനെ ഡെയിലി ക്വിസ്, അങ്ങനെ ഒരുപാട് നോളജ് നേടാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.